ഒരാൾക്ക് ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞാലോ, ഉദാഹരണത്തിന് പ്രശ്നമുണ്ടെങ്കിലോ, സ്ഖലനത്തിന് പ്രശ്നമുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അത് കൺസൾട്ട് ചെയ്യപ്പെടേണ്ടതാണ്. നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളെടുത്താൽ ഇതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ശരിക്കും തേടുന്നില്ല. കുടുംബ പ്രശ്നങ്ങളാകുമ്പോഴാണ് അതിൻ്റെ പുറകിൽ ഇതൊരു കാരണമാണെന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ പുറകിൽ ഒരു പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ടെന്നത് ഒരു അജ്ഞതയാണ്. അതായത് ഇതിനകത്ത് ഞരമ്പുകൾ, ധമനികൾ, ന്യൂറോ ഹോർമോണുകളുടെ പ്രവർത്തനം തകരാറിലായ വ്യായാമം മുതൽ ഇതിനകത്ത് പ്രാധാന്യമാണ്. നമ്മൾ കഴിയുന്ന ഗുളികകൾ പ്രാധാന്യമാണ്. ഈ ഒരു തിരിച്ചറിവുണ്ടാവണം. 2 സാമ്പത്തിക വശം. 3 ലൈംഗിക ജീവിതം, നമ്മുടെ കുടുംബജീവിതത്തിൽ ഉള്ള റോള്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ലൈംഗിക ആസ്വാദനത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. അതിനെ അവഗണിച്ച് മുമ്പോട്ട് പോകുന്ന കുടുംബ പ്രശ്നങ്ങളുണ്ടാകും. ഈ ഒരു അറിവ് കുറവും ലൈംഗിക ചികിത്സ തേടുന്നതിൽ നിന്ന് ആളുകളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യം കുറയുക, ഉദാഹരണം കുറയുക, സ്ഖലനത്തിന് വ്യത്യാസം വരെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ചികിത്സ തേടാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ലൈംഗിക പ്രശ്നങ്ങൾ പുരുഷ വന്ധ്യതയ്ക്ക് കാരണമാണ്. 4.6% വരെ ആളുകളിൽ ലൈംഗിക പ്രശ്നങ്ങൾ തന്നെയാണ് പുരുഷവന്ധ്യതയുടെ കാരണം. അപ്പം സ്ഖലനം വരാത്ത ആളുകളിൽ ഇതിൻ്റെ ഇൻസിഡൻസ് 71%ഓളമാണ്. അപ്പം ലൈംഗിക പ്രശ്നങ്ങളും വന്ധ്യതയ്ക്ക് കാരണമാണ്. 4.6% പേര് അതുതന്നെയാണ് വന്ധ്യതയുടെ ഒരു പ്രധാന കാരണം. ലൈംഗിക ആസ്വാദനം സാധ്യമാകുന്ന ന്യൂറോ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമാണ്. അപ്പം നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് കൂടുമ്പോൾ നമ്മുടെ ആണുങ്ങളുടെ ഈസ്ട്രോജൻ്റെ ലെവൽ കൂടും. അത് നമ്മുടെ ഉദാഹരണത്തെയും നമ്മുടെ സ്ഖലനത്തെയും ബാധിക്കും. പുരുഷ ഹോർമോൺ ലെവൽ കുറയുമ്പോൾ, അപ്പം നമ്മുടെ ബോഡിയിലെ സ്ത്രീ ഹോർമോൺ ലെവൽ കൂടുമ്പോൾ പുരുഷ ഹോർമോൺ ലെവൽ നോർമലാണെങ്കിലും ആ പുരുഷ ഹോർമോണിൻ്റെ സ്ത്രീ ഹോർമോൺ റേഷ്യോ വ്യത്യാസം വരികയും അത് ലൈംഗിക ആസ്വാദനത്തെയും ലൈംഗിക ബലത്തെയും ബാധിക്കും. ഈ ബീറുകളിലെ അമിതമായിട്ടുള്ള ഉപയോഗം ഇന്നൊരു പ്രശ്നം തന്നെയാണ്. ലഹരികൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുക, ഇതൊക്കെ നമ്മുടെ ലിവർ ഫംഗ്ഷനെ ഓൾട്ടർ ചെയ്യുകയും അത് ലൈംഗിക ആസ്വാദനത്തെ കുറയ്ക്കുകയും ചെയ്യും. ലൈംഗിക സംതൃപ്തി എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ന്യൂറോ ഹോർമോൺസിൻ്റെ പല മാറ്റങ്ങളും ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂറോ ഹോർമോൺസാണ് ആ ഒരു അനുഭൂതി നൽകുന്നത്. കോർട്ടിസോൾ ലെവലിൽ ഉൽപ്പാദനം വരും. ഇതെല്ലാം നമ്മുടെ ബോഡിയിലെ ന്യൂറോ ഹോർമോണിനെ ബാധിക്കുകയും നമ്മുടെ ലൈംഗിക ആസ്വാദനത്തെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ ലിംഗം ചുരുങ്ങുന്നതും നമ്മുടെ ഡോപ്പമീന്, നോറഡ്രിനലിന്, അസിറ്റൈൽകോളിന് ഇതെല്ലാം ഈ ലിംഗത്തിൻ്റെ കൺട്രാക്ഷൻ, റിലാക്സേഷൻ അഫക്റ്റ് ചെയ്യും. പ്രാക്ടിക്കലി ലൈംഗിക പ്രക്രിയ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫിനോമിനനാണ്. അവിടെ തലച്ചോറുണ്ട്, ഇത് വരുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനമുണ്ട്, മസിലുകളുടെ പ്രവർത്തനമുണ്ട്, ഇതിൻ്റെ എല്ലാം ഒരു ഏകോപനം വരുമ്പോഴാണ് ലൈംഗിക ആസ്വാദനം പൂർണ്ണമായിട്ട് സാധ്യമാകുന്നത്. ലൈംഗിക പ്രശ്നമുള്ളവരിൽ 33% ആളുകളെ അവരുടെ ലൈംഗിക പ്രശ്നങ്ങളെപ്പറ്റി ചികിത്സ തേടാറുള്ളൂ. വന്ധ്യതയുടെ 40-50% കാരണം പുരുഷവന്ധ്യത തന്നെയാണ്. 20% ബന്ധങ്ങളും വേർപിരിയാനായിട്ടുള്ള ഒരു പ്രധാന കാരണം ലൈംഗിക പ്രശ്നങ്ങളാണ്. 10-1 പുരുഷന്മാർ ഉദാഹരണ പ്രശ്നം കൊണ്ട് സഫർ ചെയ്യുന്നുണ്ട്. ഉദാഹരണ പ്രശ്നം നമ്മളൊരിക്കലും അവഗണിക്കാൻ പറ്റുന്നതല്ല. 10-1 പുരുഷന് ഉദാഹരണ പ്രശ്നമുണ്ട്. ഇതുമായിട്ട് ആളുകൾ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലായി. ഇത് ബന്ധങ്ങളിൽ വലിയൊരു വിള്ളലുണ്ടാകുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് ആളുകളെ ഇതിന് ചികിത്സ തേടുന്നുള്ളൂ. ഇതിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ആളുകൾ ഇതിന് ചികിത്സ തേടുന്നില്ല. സാമൂഹിക പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ ഇത് ചികിത്സ തേടേണ്ടതാണ്. ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകരുത്. ഇത് കുടുംബ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ഇത് ചികിത്സ തേടേണ്ടതാണ്. ഇതിന് ശരിയായിട്ടുള്ള ചികിത്സ ഉള്ളതാണ്.